വിട. അമ്മയുടെ മെഗാചിത്രം 2020 നാളെ തിയേറ്ററുകളിലേക്ക്. നാളെ തിയേറ്ററുകളിലെത്തും. ചിത്രവുമായി സഹകരിക്കില്ലെന്ന നിലപാടിൽ എക്സിബിറ്റേഴ്സ് അസോസിയേഷനും മോഹൻലാൽ ഫാൻസ് അസോസിയേഷനും ഉറച്ചു നിൽക്കുകയാണ്. ആദ്യ 3 ദിവസം ടിക്കറ്റ് നിരക്ക് കൂട്ടാൻ അനുമതി നൽകിയ സർക്കാർ നടപടിയെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്തു. 2020യുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തീരുന്നില്ല. എ ക്ലാസ് തിയേറ്ററുകളിൽ മാത്രം റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ബി, സി ക്ലാസ് തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിക്കേണ്ടെന്ന് എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചിത്രവുമായി സഹകരിക്കില്ലെന്ന നിലപാടിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷനും ഉറച്ചു നിൽക്കുകയാണ്. പോസ്റ്ററിൽ മോഹൻലാലിന് പ്രാതിനിധ്യം കുറഞ്ഞുപോയെന്നാണ് ഇവരുടെ പ്രശ്നം. എന്നാൽ മോഹൻലാലിന്റെ ചിത്രം മാത്രമുള്ള പോസ്റ്ററുകൾ ഇറങ്ങിയെങ്കിലും ഇവർ തൃപ്തരായിട്ടില്ല. ആദ്യ 3 ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച തീരുമാനം ഇവരെ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നു. ടിക്കറ്റ് നിരക്ക് വർധനയെ കുംഭകോണമെന്നാണ് എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ തീരുമാനത്തെ നിർമ്മാതാക്കളുടെ സംഘടന സ്വാഗതം ചെയ്തു. കുംഭകോണം എന്നൊക്കെ പറയുന്നതിനോട് ഞങ്ങൾക്കാർക്ക് യോജിപ്പില്ല. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ചെയ്തൊരു നല്ല കാര്യമാണ് ഇപ്പോൾ അത്. അപ്പോ അത് ഇനിയും തുടരണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻകാർ തിയേറ്ററുകൾക്ക് മുന്നിൽ തങ്ങളുടെ പോസ്റ്ററുകൾ പതിപ്പിച്ചു തുടങ്ങി. മലയാള സിനിമയിൽ ഇതാദ്യമായി ഇത്രയധികം താരങ്ങൾ ഒരുമിച്ച് അണിനിരക്കുന്ന ചിത്രത്തിന്റെ ഭാവി എന്താകുമെന്നറിയാൻ സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. 2020 എന്ന ചിത്രത്തിന്റെ വിജയത്തിന് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. അവശ്യ കലാകാരന്മാരെ സഹായിക്കുന്നതിനുള്ള ഈ സംരംഭം മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ 3 ദിവസത്തെ ടിക്കറ്റ് നിരക്ക് വർധനയെ ന്യായീകരിക്കുന്നുവെന്നും മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാം വള്ളക്കളവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ ഈ സിനിമയുമായി സഹകരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്ററിന്റെ കേസിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിവാദം ഉണ്ടാക്കുന്നത് ശരിയല്ല. ഞങ്ങൾ ഈ സിനിമയുമായി സഹകരിക്കുന്നതിന്റെ പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവശ്യ കലാകാരന്മാരെ സഹായിക്കാൻ വേണ്ടിയുള്ള അമ്മയുടെ ഒരു പ്രോജക്റ്റാണ്. ഇത് അമ്മയുടെ കലാകാരന്മാരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് നിലയിലാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നത്. അത് ഈ സിനിമ ഏതാണ്ട് സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിട്ട് 10 മാസം മുമ്പാണ്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ ഒരേ നിലപാടിലാണ് എന്നുള്ളത്. ഇത് ഈ കാര്യത്തിൽ പൂർണ്ണമായും ഞങ്ങൾ ഈ സിനിമയുമായും അതുപോലെ ഈ സിനിമ ഇതിനകത്ത് വേറെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഈ സിനിമ ഒരു അത്ഭുതമാണ്. മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടാകാത്ത പരീക്ഷണം, അതാണ് 2020. മലയാളത്തിലെ 70ഓളം പ്രമുഖ താരങ്ങൾ, സൂപ്പർ സ്റ്റാർ അടക്കമുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഇത്തരമൊരു ചിത്രത്തിനു വേണ്ടി തിരക്കഥയൊരുക്കുന്നത് അതിലേറെ വിഷമകരം. 2020യിലൂടെ ഒരു നോട്ടം. മലയാള സിനിമയിലെ അവശ്യ കലാകാരന്മാരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് 2020 എന്ന സംരംഭവുമായി അമ്മ മുന്നിട്ടിറങ്ങിയത്. ദിലീപ് നിർമ്മാണം, ജോഷി സംവിധാനം, തിരക്കഥ ഉദയകൃഷ്ണ, CBK തോമസ് ടീം. മലയാള സിനിമയിലെ 70ഓളം പ്രമുഖ താരങ്ങളാണ് 2020യിൽ അണിനിരക്കുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ജയറാം, ദിലീപ്, കുഞ്ചാക്കോ ബോബൻ, മനോജ് കെ ജയൻ, ജയസൂര്യ, കാവ്യമാധവൻ, ഭാവന, നവ്യ നായർ, ഗോപിക, സമൃദ്ധ, പത്മപ്രിയ, വിമലാരാമൻ തുടങ്ങി മലയാളത്തിലെ മിന്നും താരങ്ങളെല്ലാം ഒത്തുചേരുന്ന ഈ മെഗാ ചിത്രത്തിൽ താരത്തിളക്കം കൂട്ടാൻ നയൻതാരയും എത്തുന്നു. നയൻസിന്റെ ഐറ്റം ഡാൻസാണ് 2020യുടെ ഒരു പ്രധാന ഹൈലൈറ്റ് തന്നെ. ഹാസ്യത്തിന് വേമ്പൊടി വിതറാൻ ജഗദീഷ് ശ്രീകുമാർ, ഹരിശ്രീ അശോകൻ, സലിംകുമാർ, കൊച്ചിൻ ഹനീഫ, രാജു, ജഗദീഷ് തുടങ്ങിയവരെത്തുമ്പോൾ സായ്കുമാർ, മുകേഷ്, ബിജു മേനോൻ, സിദ്ദിഖ്, റഹ്മാൻ, ഇന്ദ്രജിത്ത്, സുകുമാരി, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരുടെ സാന്നിധ്യവും ചിത്രത്തിലുണ്ട്. സുരേഷ് പീറ്റേഴ്സ്, ബേണി ഇഗ്നീഷ്യസ് എന്നിവരാണ് 2020ക്ക് വേണ്ടി ഈണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറ പി സുകുമാർ. ഏകദേശം 2 വർഷമെടുത്താണ് 2020യുടെ ചിത്രീകരണം പൂർത്തിയായത്. 12 കോടി രൂപ ചിത്രത്തിനു വേണ്ടി മുടക്കിയതായും അറിയുന്നു. മലയാള സിനിമയിലെ ഏറ്റവും ചെലവേറിയ ചിത്രമെന്നാണ് അണിയറക്കാരുടെ അവകാശവാദം.
റിലീസ് തർക്കങ്ങളും ഫാൻസ് അസോസിയേഷനുകളുടെ പ്രതിഷേധവുമെല്ലാം 2020ക്ക് തലവേദനയാകുന്നുണ്ടെങ്കിലും മലയാളികളെല്ലാം ഈ മെഗാ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ്. 2020യുടെ റിലീസിനോടനുബന്ധിച്ച് മറ്റൊരു ചിത്രവും തിയേറ്ററുകളിൽ എത്താത്തതുകൊണ്ട് 2020യെ ഉത്സവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളികൾ.